എന്നെയും എൻ്റെ ഭർത്താവിനെയും അപായപ്പെടുത്തുമെന്നും നിന്റെ പണിക്കുറ്റം തീർത്തു തരുമെന്നും അടിച്ച് ചെപ്പക്കുറ്റി പൊട്ടിക്കുമെന്നും ഈ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്ത ഈ ഒരു സംഭവം എല്ലാ ജില്ലയിലും എല്ലാം ഇപ്രകാരമുള്ള കാര്യങ്ങളാണോ അവർ ചെയ്യുന്നതെന്ന് പരിശോധിക്കുന്നത് കൊള്ളാമായിരിക്കും. കഴിഞ്ഞ ഇലക്ഷന് വെറും 10,000 രൂപയോ മറ്റോ സ്വന്തമായി വരുമാനം കാണിച്ചിരുന്ന അവർ ഇന്ന് 2 കോടിക്കടുത്ത് വരുമാനം കാണിക്കണമെങ്കിൽ എഴുതി തയ്യാറാക്കിയ പരാതി രാജീവ് ചന്ദ്രശേഖർജിക്കും നാഷണൽ ലീഡറായ ഇപ്പോൾ വന്ന നിതിൻ ജിക്കും ഒക്കെ ഞാൻ പരാതി എഴുതി തയ്യാറാക്കി മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ശോഭയുടെ ഈ ധാർഷ്ട്യത്തിന് മുന്നിൽ ഈ BJP നേതൃത്വത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പാലക്കാട്ട് വെച്ച് ഈ പിഷാരടി വന്നപ്പോൾ തടഞ്ഞ പച്ച ചുരിദാറിട്ട സിന്ധു എന്ന് പറയുന്നത് ശബരിമല സമയത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ശോഭ നിരാഹാരം കിടക്കുമ്പോൾ പോലും PA ആയിട്ടും സാരഥിയായിട്ടും കൂടെ ഉണ്ടായിരുന്നതാണ് ഈ കൊച്ച്. ഞാൻ ആലപ്പുഴ SP ഓഫീസിൽ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രനെതിരെ ഭീഷണിപ്പെടുത്തിയെന്നും അപമാനപ്പെടുത്തിയെന്നും പറഞ്ഞ് പരാതി കൊടുക്കുകയുണ്ടായി. ഇന്നലെ 11:40 ശോഭാ സുരേന്ദ്രൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഫോണിൽ നിന്ന് എന്നെ വാട്സപ്പ് കോൾ വഴി എന്നെ വിളിച്ച് ആവശ്യമില്ലാത്ത തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും എന്നെയും എൻ്റെ ഭർത്താവിനെയും അപായപ്പെടുത്തുമെന്നും നിന്റെ പണിക്കുറ്റം തീർത്തു തരുമെന്നും അടിച്ച് ചെപ്പക്കുറ്റി പൊട്ടിക്കുമെന്നും നീയല്ലേ ആലപ്പുഴയിൽ നിന്ന് പാലക്കാട് പൈസ കൊടുത്തതിൻ്റെ കാര്യങ്ങൾ ചെയ്തത് ഞാനാണെന്നും ആലപ്പുഴ രജിസ്ട്രേഷൻ കാറാണ് അവിടെ ചെന്നതെന്നും നിന്നെ കോടതിയിൽ കയറ്റുമെന്നും നിനക്കെതിരെ ഞാൻ എന്തൊക്കെയോ പരാതിപ്പെടുമെന്നും ഒക്കെ തുടങ്ങി അസഭ്യം ആയ രീതിയിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരു വനിതയും 30 വർഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പല പൊസിഷനിൽ പല ചുമതലകൾ വഹിക്കുകയും ഞാൻ ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന സമയത്ത് കേരള NGO സംഘിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുകയും രാഷ്ട്രീയ കർമ്മചാരി മഹാസംഘിന്റെ കേരളത്തിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമായി അംഗമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് ഈ പ്രസ്ഥാനങ്ങളുമായി 30 വർഷത്തിലധികം പരിചയമുള്ള 30 വർഷത്തിലധികം കഠിനമായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന എന്നെ യാതൊരു തെളിവുകളുമില്ലാതെ ഈ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്ത ഈ ഒരു സംഭവം ഇത്രയധികം ചാനലുകളിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഇതിന്റെ കുറ്റം ആരുടെയെങ്കിലും തലയിൽ വെച്ച് രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ഗൂഢാലോചനയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ട്. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ മാസം രാജീവ് ചന്ദ്രശേഖർജി വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയുടെ പക്ഷക്കാര് അവിടെ ഒരു അടിയോ മറ്റോ ഉണ്ടാക്കും. ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അടിയുണ്ടാക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ പേരിൽ ഇവിടെയുള്ള ശോഭയുടെ പക്ഷക്കാരെ എല്ലാം മാറ്റണമെന്നും ശോഭയുടെ പക്ഷമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവരെ മാറ്റണമെന്നും പറഞ്ഞ് ഒരു നിർദ്ദേശം വന്നതിനെ തുടർന്ന് ഈ സാധാരണ പ്രവർത്തകർ വനിതകളായ പാർട്ടിയിൽ വളരെ കാലമായി പ്രവർത്തിച്ചുകൊണ്ട് പാർട്ടിയുടെ നെടുന്തൂണുകളായ വനിതകളെ എല്ലാം പാർട്ടിയിൽ നിന്ന് മാറ്റുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അതേ തുടർന്നാണ് ശോഭാ സുരേന്ദ്രനെതിരെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ഇവർ പണപ്പിരിവിന് വേണ്ടി ആലപ്പുഴ ജില്ലയിൽ വന്ന് പണം പിരിക്കുകയും അത് ജില്ലാ പ്രസിഡന്റായ അഡ്വക്കേറ്റ് ബിനോയിയെ അറിയിക്കാതെയാണെന്നും ഇവർ ഇപ്രകാരം ഈ ആലപ്പുഴ ജില്ലയിൽ വന്ന് ഇങ്ങനെ പണപ്പിരിവ് നടത്തിക്കൊണ്ടിരുന്നാൽ അത് എനിക്ക് ദോഷമാണെന്നും ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ അറിയണ്ടേ തുടങ്ങിയ കാര്യങ്ങൾ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാനത്തെ വിളിച്ചറിയിക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നതാണ്. അന്ന് രാത്രി തന്നെ കവലയ്ക്കൽ എന്ന് പറയുന്ന വീട്ടിൽ നമ്മുടെ ഈ റോയൽ പാർക്കിന്റെയൊക്കെ ബന്ധത്തിലുള്ള വീടാണ്. കവലയ്ക്കൽ വന്ന് അവർ രാത്രി 10 മണിയോടടുപ്പിച്ച് ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ പോകാതിരുന്നതിനെ തുടർന്ന് അവർക്കുണ്ടായ എന്നോടുള്ള ദേഷ്യത്തിന്റെ ഫലമായാണ് എന്നെയും ചുമതലയിൽ നിന്ന് മാറ്റുകയും ഈ ഇലക്ഷൻ സമയത്ത് ഒരു വാർഡിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം തകഴി മണ്ഡലം, ഞാൻ ഉൾപ്പെടുന്ന തകഴി മണ്ഡലത്തിലെ പ്രസിഡന്റിനെ യാതൊരു കാരണവുമില്ലാതെ ചുമതലയിൽ നിന്ന് മാറ്റുകയും എന്റെ പഞ്ചായത്തായ
ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലാണ് ഇലക്ഷന് നിൽക്കാൻ പോകുന്നതെന്നാണ് ആദ്യമേ കരുതിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണോ അതോ എല്ലാ ജില്ലയിലും എല്ലാം ഇപ്രകാരമുള്ള കാര്യങ്ങളാണോ അവർ ചെയ്യുന്നതെന്ന് പരിശോധിക്കുന്നത് കൊള്ളാമായിരിക്കും. കഴിഞ്ഞ ഇലക്ഷന് വെറും 10,000 രൂപയോ മറ്റോ സ്വന്തമായി വരുമാനം കാണിച്ചിരുന്നത്. അവർ ഇന്ന് 2 കോടിക്കടുത്ത് വരുമാനം കാണിക്കണമെങ്കിൽ അവരുടെ വരുമാന സ്രോതസ്സുകളെ കുറിച്ചൊക്കെ ബാക്കിയുള്ളവർ അന്വേഷിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ അവരുടെ ആസ്തിയെക്കുറിച്ചൊന്നും എനിക്ക് പരാതിപ്പെടാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പരാതിപ്പെട്ടിട്ടില്ല. എങ്കിലും ശോഭാ സുരേന്ദ്രൻ ഈ ആലപ്പുഴ ജില്ലയെ നശിപ്പിക്കുന്നതിന് വേണ്ടി, തകഴി മണ്ഡലത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി എഴുതി തയ്യാറാക്കിയ പരാതി രാജീവ് ചന്ദ്രശേഖർജിക്കും നാഷണൽ ലീഡറായ ഇപ്പോൾ വന്ന നിതിൻ ജിക്കും ഒക്കെ ഞാൻ പരാതി എഴുതി തയ്യാറാക്കി മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റിനോട് പലവട്ടം ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ശോഭയുടെ ഈ ധാർഷ്ട്യത്തിന് മുന്നിൽ ഈ BJP നേതൃത്വത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എങ്കിലും ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയായി ഞാൻ വളരെ ക്ഷമയോടുകൂടി ഒതുങ്ങി ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്നെ ഫോണിൽ വിളിച്ച് ഇതുപോലെയുള്ള അനാവശ്യം പറഞ്ഞിരിക്കുന്നത്. പാലക്കാട് കൊണ്ടുപോയി പൈസ കൊടുത്തത് എന്റെ ഇടപെടലിലാണെന്ന് പറഞ്ഞത് തെളിയിക്കാൻ ശോഭയ്ക്ക് ബാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ശോഭ അത് തെളിയിക്കണം. അത് ഞാൻ ശോഭയെ വെല്ലുവിളിക്കുകയാണ്. എനിക്കതേക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഞാൻ ചമ്പക്കുളത്താണ് താമസിക്കുന്നത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കലാശക്കൊട്ടിന് ഞാൻ രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ തിരുവനന്തപുരത്താണ് കലാശക്കൊട്ടിൽ പങ്കെടുത്തത്. എനിക്ക് പാലക്കാടുമായി ഒരു ബന്ധമോ അവിടെ പൈസ കൊണ്ട് കൊടുത്തതുമായിട്ട് യാതൊരു മനസ്സറിവ് എല്ലാവരെയും പോലെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ പാലക്കാട് വെച്ച് ഈ പിഷാരടി വന്നപ്പോൾ തടഞ്ഞ പച്ച ചുരിദാറിട്ട സിന്ധു എന്ന് പറയുന്നത് ഒരു വീട്ടമ്മമാരുടെ അമ്മമാരുടെ സങ്കടമാണ് ഇവർ പറയുന്നതെന്ന് ശോഭ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. ഈ സിന്ധു എന്ന് പറയുന്നയാള് ശബരിമല സമയത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ശോഭ നിരാഹാരം കിടക്കുമ്പോൾ പോലും PA ആയിട്ടും സാരഥിയായിട്ടും കൂടെ ഉണ്ടായിരുന്നതാണ് ഈ കൊച്ച്. അവര് തന്നെയാണ്, ഈ സിന്ധു തന്നെയാണ് പണം നൽകിയത്. ആരാണെന്ന് എനിക്ക് ഫോട്ടോയിൽ കണ്ടിട്ടൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ആരാണെന്ന്. എനിക്ക് പരിചയമുള്ള ആളാണെന്ന് തോന്നുന്നില്ല. ശോഭയുമായിട്ട് സത്യത്തിൽ ഞങ്ങൾ നേർക്കുനേരെ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. ആലപ്പുഴ ജില്ലയിൽ അവരുടെ പക്ഷമുണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയതിൽ എന്നെയും കൂടി ഭാഗമാക്കി പാർട്ടിയിൽ നിന്ന് കളയാനുള്ള തീരുമാനങ്ങൾ ഇവരുടെ തന്നെ വശത്തുള്ള പൂന്തുറ ശ്രീകുമാർ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി, ഇന്ന് ആലപ്പുഴ നോർത്ത് ജില്ലയുടെ പ്രഭാരിയാണ്. അവരൊരു ഗാങ് ആയിട്ട് നിന്ന് അവർക്ക് എതിരായി പ്രവർത്തിക്കണമെന്നില്ല. അവരുടെ രീതിയിൽ നിൽക്കാൻ പറ്റാതെ സത്യസന്ധമായി ഒറ്റയ്ക്ക് നിൽക്കുന്ന എല്ലാവരെയും അവര് ഒരുപാട് കൊച്ചു ആൺപിള്ളേരെ, യുവമോർച്ചയുടെ പിള്ളേര് വളരെ സത്യസന്ധതയോടെ പ്രവർത്തിച്ചു. അവരെ എല്ലാം നിഷ്കരുണം പാർട്ടിയിൽ നിന്ന് ശോഭ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും തെളിയിക്കാനായിട്ട് അവർക്ക് ഒന്നും അതിനുള്ള കഴിവില്ല. അങ്ങനെ